നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ATM കൊള്ളയടിക്കാൻ ശ്രമം. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കാനാണ് ശ്രമമുണ്ടായത്. പണം സൂക്ഷിച്ചിട്ടുള്ള ഭാഗത്തെ ഡോർ തകർത്താണ് കൊള്ളയ്ക്ക് ശ്രമിച്ചത്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി E പത്മാവതിയും സിജി മാത്യുവും. VPP മുസ്തഫ വീണ്ടും സെക്രട്ടേറിയറ്റിൽ തിരികെ എത്തി. C പ്രഭാകരൻ, VK രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സിജി മാത്യുവിനെയും സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത്. മുനമ്പം വിഷയത്തിൽ BJP RSS നാടകം പൊളിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രശസ്ത സിനിമാ താരം രാജേഷ് മാധവൻ തന്റെ പുതിയ ചിത്രമായ മരണമാസിന്റെ വിജയാഘോഷത്തിനായി കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തി. ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാറും രാജേഷ് മാധവും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ചു. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ATM കൊള്ളയടിക്കാൻ ശ്രമം. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കാനാണ് ശ്രമമുണ്ടായത്. പണം സൂക്ഷിച്ചിട്ടുള്ള ഭാഗത്തെ ഡോർ തകർത്താണ് കൊള്ളയ്ക്ക് ശ്രമിച്ചത്. വിഷു ദിവസമായ തിങ്കളാഴ്ച രാത്രി 1:15 മണിയോടെയാണ് കാസർഗോഡിനെ നടുക്കി ATM തകർത്ത് കൊള്ളയടിക്കുവാൻ ശ്രമിച്ച സംഭവമുണ്ടായത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനും ചന്ദ്രഗിരി ജംഗ്ഷനുമിടയിൽ MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കുവാനാണ് ശ്രമിച്ചത്. പണം സൂക്ഷിച്ചിട്ടുള്ള ഭാഗത്തെ ഡോർ തകർത്താണ് കൊള്ളയ്ക്കായി ശ്രമമുണ്ടായത്. ലക്ഷ്യം കാണാത്തതിനെ തുടർന്ന് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് ATM കൊള്ളയടിക്കുവാൻ ശ്രമിച്ച കാര്യം ആദ്യം അറിഞ്ഞത്. അസിസ്റ്റന്റ് മാനേജർ AK മിഥില നൽകിയ പരാതി പ്രകാരം കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി E പത്മാവതിയും സിജി മാത്യുവും. VPP മുസ്തഫ വീണ്ടും സെക്രട്ടേറിയറ്റിൽ തിരികെ എത്തി. C പ്രഭാകരൻ, VK രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സിജി മാത്യുവിനെയും സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്നു. കാസർഗോഡ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം നടന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് E പത്മാവതി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു എന്നീ പുതുമുഖങ്ങളെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. MV ഗോവിന്ദൻ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗമായതിനെ തുടർന്ന് ഒഴിവായ ഡോക്ടർ VPP മുസ്തഫയെ വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു. C പ്രഭാകരൻ, VK രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സിജി മാത്യുവിനെയും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തത്. M രാജഗോപാലൻ, P ജനാർദ്ദനൻ, KV കുഞ്ഞിരാമൻ, KR ജയാനന്ദ, M സുമതി, VV രമേശൻ എന്നിവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തുടരും. ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ MV ബാലകൃഷ്ണന് പകരമാണ് മുസ്തഫയെ തെരഞ്ഞെടുത്തത്. ജില്ലയിലെ വർഗ ബഹുജന സംഘടനാ കമ്മിറ്റികളുടെ പാർട്ടി ചുമതലകളും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുനമ്പം വിഷയത്തിൽ BJP RSS നാടകം പൊളിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യമാണ് കേന്ദ്രമന്ത്രിയും ഇപ്പോൾ പറയുന്നതെന്നും മുതലെടുപ്പിന് ശ്രമിച്ചവർ പരാജയപ്പെട്ടുവെന്നും മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധത RSSന് മറച്ചുവെക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നാലമ്പല പ്രവേശനം, നവോത്ഥാനത്തിന്റെ മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ടെന്നും പുതിയ കാലത്തും അത് വന്നുകൊണ്ടിരിക്കുമെന്നും പശ്ചിമ ബംഗാൾ കലാപം VD സതീശന് മറുപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരീക്ഷം ഉണ്ടാക്കി, അതിനാവശ്യമായ രീതിയിൽ ഗവൺമെൻറ് തന്നെ കമ്മീഷൻ നിശ്ചയിച്ചു ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പകരം വകുപ്പിൻ്റെ ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് BJPക്കാർ പ്രചരിപ്പിച്ചത്. ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമല്ല വേണ്ടത്, യോജിച്ച വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അവിടെയുള്ള താമസിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സംരക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതിനുതകുന്ന നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും. അല്ല, BJP ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മുസ്ലിം
വിരുദ്ധതയുള്ള ക്രിസ്തീയ ജനവിഭാഗം, അങ്ങനെ ഒരു വിഭാഗത്തെ രൂപപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ വഖഫ് ബില്ല് തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസർ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് പള്ളിക്കാണുള്ളത് എന്നാണ്. അപ്പോൾ ആദ്യം മുസ്ലിം വിരുദ്ധത, പിന്നീട് ക്രിസ്ത്യൻ വിരുദ്ധത. ഇത് മുമ്പ് തന്നെയുള്ള RSSൻ്റെ BJPയുടെ ഒരു സമീപനമാണ്. RSS ആണല്ലോ ഇത് ആദ്യം തന്നെ, പ്രത്യേകിച്ച് ഗോൾവാൾക്കറാണ് പറഞ്ഞത്, 1-ാം നമ്പർ ശത്രു മുസ്ലിമാണ്, 2-ാമത്തത് ക്രിസ്ത്യാനിയാണ്, 3-ാമത്തത് കമ്മ്യൂണിസ്റ്റാണ് എന്ന നിലപാടാണ് അവർ വളരെ മുമ്പ് തന്നെ മുമ്പോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളം, ആ നിലയിലേക്ക് എത്തേണ്ടുന്ന ഇന്ത്യ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ്, ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം കറന്തക്കാട് ബിന്ദു ആർക്കേഡിൽ നടന്നു. NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ്, ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് കറന്തക്കാടിലെ ബിന്ദു ആർക്കേഡിൽ നടന്നു. പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും എന്നോട് വന്ന് വലിയ സ്വത്തുണ്ട്, നിങ്ങൾക്ക് ഇന്നാളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ കച്ചവടാക്കും. അങ്ങനെ കച്ചവടാക്കി എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ എൻ്റെ സിംഹഭാഗവും ഞാൻ പാവങ്ങളെ സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരവസരം എനിക്ക് ലഭിച്ചത്. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് പ്രിയപ്പെട്ട സാബു വർഗീസും നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹക്കീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി മഹേഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ നിരവധി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രശസ്ത സിനിമാ താരം രാജേഷ് മാധവൻ തന്റെ പുതിയ ചിത്രമായ മരണമാസ് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിനായി കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ എത്തി. ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാറും രാജേഷ് മാധവും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ചു. പ്രശസ്ത സിനിമാ താരം രാജേഷ് മാധവൻ തന്റെ പുതിയ ചിത്രമായ മരണമാസ് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിനായാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ എത്തിയത്. ദീപ്തി തിയേറ്റർ ഓണർ രാജ്കുമാറും രാജേഷ് മാധവും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ചു. ബേസിൽ ജോസഫ്, അനീഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കവിയൂർ ശിവപ്രസാദാണ്. നിർമ്മാണം സിനിമാ താരം ടോവിനോ തോമസ് നിർവഹിച്ചിരിക്കുന്നു. ഏപ്രിൽ 10 തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ച ചിത്രം വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് രാജേഷ് മാധവും ടീമും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭീമമായ കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഭീമമായ കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. അഡ്വക്കേറ്റ് P. നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നീതി നിർവഹണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷീനറിയാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയെ സമീപിക്കുന്നതിൽ ആളുകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ സ്വാഭാവികമായും ജുഡീഷ്യറിക്ക് പുറത്തുള്ള ഏജൻസികളെ സമീപിക്കാനുള്ള ജനങ്ങളുടെ ഒരു ത്വര, ജനങ്ങളുടെ ആവശ്യം വർദ്ധിക്കുകയും അങ്ങനെ വർദ്ധിച്ചാൽ നിയമവ്യവസ്ഥ തകരുകയും ചെയ്യും എന്നത് സാമാന്യമായ ഒരു ബോധ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് പ്രസിഡന്റ് VV ബാലൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KL മാത്യു, ട്രഷറർ അഡ്വക്കേറ്റ് PK സതീശൻ, ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മോഹനൻ, അഡ്വക്കേറ്റ് PN വിനോദ് കുമാർ, അഡ്വക്കേറ്റ് A. മണികണ്ഠൻ, അഡ്വക്കേറ്റ് റിഫാത്ത്, രവി C, VV ബാബു, KP ഗംഗാധരൻ, കാട്ടൂർ രാമചന്ദ്രൻ നായർ, സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാട്ടൂർ രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് സെക്രട്ടറി ശശിധരൻ M. സ്വാഗതവും കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി
അംബിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ഗണിത അധ്യാപക സംഗമവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഗണിത അധ്യാപക സംഗമവും യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഓരോ വിദ്യാലയത്തിൽ ചെല്ലുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ A+ന്റെ എണ്ണം ഓർക്കുന്നതാണ്. അതില് കണക്കിന്റെ പാദവാർഷിക പരീക്ഷ മാർക്ക്, ക്രിസ്മസ് പരീക്ഷയുടെ മാർക്കാണ് ഒരു അടിസ്ഥാനമായിട്ട് ഈ എന്റെ കണക്കുകൂട്ടൽ എടുക്കാറുള്ളത്. അപ്പോൾ 50 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കണക്ക് ബാക്കി വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടും എന്ന ഒരു കണക്കുകൂട്ടലാണ് എനിക്കുള്ളത്. DEO ദിനേശ് വി അധ്യക്ഷത വഹിച്ചു. അധ്യാപക സംഗമം കൺവീനർ രാജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ അരവിന്ദ കെ നാമപ്രകാശനം ചെയ്തു. DDE കാസർഗോഡ് രക്ഷാധികാരി, കാസർഗോഡ് മുൻ DDE നന്ദികേശൻ, DEO ഓഫീസ് പ്രതിനിധി സത്യഭാമ, വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ കൃഷ്ണദാസ്, ടോമി ഫിലിപ്പ്, രാജേഷ്, അനിൽകുമാർ, മുനീർ M എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുമൊഴി ഭാഷണം നടത്തി. രജിസ്ട്രേഷൻ കൺവീനർ വി ഗംഗാധരൻ മാസ്റ്റർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ കൊയോങ്കര കുവാരത്ത് തറവാട് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ 17 വർഷത്തിന് ശേഷം കളിയാട്ട മഹോത്സവം. ഏപ്രിൽ 17 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനവും സുവനീർ പ്രകാശനവും 17 രാത്രി 7 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. ഏറ്റുകുടുക്ക അവധൂതാശ്രമത്തിലെ സാധു വിനുസ്വാമി മുഖ്യപ്രഭാഷണം നടത്തും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യാതിഥിയായിരിക്കും. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, പഞ്ചായത്ത് അംഗം സീതാ ഗണേഷ് സംസാരിക്കും. തുടർന്ന് വനിതാവേദി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ തിരുവാതിരയും വിവിധ ടീമുകളുടെ കൈകൊട്ടിക്കളികളും നടക്കും. ഏപ്രിൽ 18 രാത്രി വനിതാവേദിയുടെ നാടൻപാട്ടും തുടർന്ന് കൊയോങ്കര കലാഗ്രാമം അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. 19 വൈകുന്നേരം 4 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്. തറവാട് ശ്രീ അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്ര മഹോത്സവം ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കുകയാണ്. 17 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ കളിയാട്ട മഹോത്സവം ഒരു ജനകീയ മഹോത്സവമാക്കി കൊണ്ടാടുന്നതിന് ഭാഗമായിട്ട് 6 മാസം മുമ്പ് തന്നെ വിപുലമായ സംഘാടക സമിതി യോഗം വിളിച്ചു ചേർക്കുകയും 8-9 സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സക്രിയമായ പ്രവർത്തനം നടന്നു വരികയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സംതൃപ്തിയിലേക്കാണ് നമ്മൾ ഇന്നു മുതൽ പോകുന്നത്. രാത്രി 7 മണിക്ക് തെയ്യം തിടങ്ങൽ, 8 മണിക്ക് മേലേരിക്ക് അഗ്നിപകരലിനെ തുടർന്ന് വിവിധ തോറ്റങ്ങൾ അരങ്ങിലെത്തും. അർദ്ധരാത്രി 12 മണിക്ക് ഭൂതദൈവം, 20 പുലർച്ചെ 3:30 അങ്കംകുളങ്ങര ഭഗവതിയും രക്തചാമുണ്ടിയും പുതിയ ഭഗവതിയും തിരുനടയിൽ നടനമാടും. പുലർച്ചെ 5 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം, 20 ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രധാന തെയ്യക്കോലമായ കമ്മാടത്തമ്മയുടെ പുറപ്പാട്, തുടർന്ന് കുളികൻ ദൈവം. 12:30 മുതൽ അന്നദാനവും നടക്കും. രാത്രി 8 മണിക്ക് കുണ്ടോർ ചാമുണ്ടി മൂലാരുടത്തിൽ മോന്തിക്കോലം, 21 രാവിലെ 9 മണിക്ക് കുണ്ടോർ ചാമുണ്ടിയുടെ പുറപ്പാട്. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ P. ശശിധരൻ മാസ്റ്റർ, ജനറൽ കൺവീനർ K. ശശി, സുവനീർ കമ്മിറ്റി കൺവീനർ K. രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാവണേശ്വരം അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 37ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരവും നടന്നു. രാവണേശ്വരം അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 37ാമത് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും വനിതാ പൂരക്കളിയും ഉത്തര കേരള കൈകൊട്ടിക്കളി മത്സരവും നടന്നു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത പ്രഭാഷകൻ നാസർ കോളായി നിർവഹിച്ചു. ഈ നാട് തന്നെ സ്വന്തമാക്കിയാൽ പിന്നെ കച്ചവടം ചെയ്യേണ്ടി ഇവിടെ ഇഷ്ടം പോലെ കൊണ്ടുപോകാം. എന്തുണ്ട് മാർഗം? അന്ന് പരശുരാമൻ മഴ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. കേരളം ഇല്ല. തിരുവിതാംകൂർ വേറെ, തിരുവച്ചി വേറെ, മലബാർ വേറെ, കണ്ണൂർ വേറെ, എല്ലാം വ്യത്യസ്ത രാജാക്കന്മാർ.
ഈ രാജാക്കന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിടക്കടുക്ക് യുദ്ധം ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പൂരക്കളി ഒക്കെ അതിന്റെ ഒരു ആചാരത്തിന്റെ യുദ്ധത്തിന്റെ ഒക്കെ ഭാഗമാണ്. രാജാക്കന്മാർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യും. ദേഷ്യം പിടിച്ച യുദ്ധമാണ്. ആഘോഷ കമ്മിറ്റി സാമ്പത്തിക വിഭാഗം ചെയർമാൻ TC ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CPM രാവണേശ്വരം ലോക്കൽ സെക്രട്ടറി K രാജേന്ദ്രൻ, മുൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് PA ശകുന്തള, ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ, CPIM രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ O മോഹനൻ, M ബാലകൃഷ്ണൻ, P രാധാകൃഷ്ണൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാവണേശ്വരം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി M സുനിത, CPIM മാക്കി ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി P ഗംഗാധരൻ, അഴീക്കോടൻ ക്ലബ് UAE കമ്മിറ്റി പ്രസിഡന്റ് P നാരായണൻ, DYFI രാവണേശ്വരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് M സുകേഷ്, UAE കമ്മിറ്റി പ്രതിനിധി V അരവിന്ദൻ, അഴീക്കോടൻ വനിതാവേദി സെക്രട്ടറി ഉഷാ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ K ശശി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി അംഗം P ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നാദക്കോട്ട് ഭഗവതി ക്ഷേത്ര വനിതാ പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി പ്രദർശനം അരങ്ങേറി. അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ അവതരിപ്പിച്ച മിക്സഡ് കൈകൊട്ടിക്കളി കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. തുടർന്ന് നടന്ന ഉത്തര കേരള കൈകൊട്ടിക്കളി മത്സരത്തിൽ 5 ടീമുകൾ മാറ്റുരച്ചു. കൈകൊട്ടിക്കളി മത്സരത്തിൽ യങ് ഇന്ത്യൻസ് വലിയപോയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അടോട്ട് ജോളി യൂത്ത് സെന്റർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളായവർക്ക് സംഘാടക സമിതി ഭാരവാഹികൾ ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വായന എന്ന അതിരില്ലാത്ത ലോകത്തേക്ക് കുട്ടികളെ നയിക്കാൻ ഉതകുന്ന തരത്തിൽ ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ ബാലവേദി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ലക്ഷ്യത്തിൽ കുട്ടികളെ പുസ്തക വായനയുടെ പരന്ന ലോകത്തേക്ക് നയിക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനപ്രകാരമാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ 3 കേന്ദ്രങ്ങളിലാണ് ബാലവേദി മെന്റർമാർക്ക് പരിശീലനം നടത്തുന്നത്. തൃക്കരിപ്പൂരിൽ നടന്ന പരിശീലന പരിപാടിയിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ നിന്ന് ഒരു മെന്ററാണ് പങ്കെടുക്കുന്നത്. തൃക്കരിപ്പൂർ KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ K ചന്ദ്രശേഖരൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അത്തരമൊരു കാലഘട്ടത്തിൽ പുതിയൊരു തലമുറയെ ഇത്തരം ഗ്രന്ഥശാലകളും വായനശാലകളൊക്കെ അടുപ്പിക്കുക എന്നത് നമ്മളൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ ബാലവേദി മെന്റർമാർക്കുള്ള പരിശീലനം. നിശ്ചയം അത് ഇന്ത്യൻ്റെ കാലത്ത് ഏറ്റവും അനിവാര്യവുമാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ ഗ്രന്ഥശാല എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഇന്ന് എങ്ങനെയാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്, നാളെ എങ്ങനെയായിരിക്കും ഈ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർമാരായ VK രതീശൻ, P ശ്രീധരൻ, താലൂക്ക് നിർവാഹക സമിതി അംഗം പപ്പൻ കുട്ടമത്ത്, PV ഉണ്ണിരാജൻ, M നാരായണൻ എന്നിവർ സംസാരിച്ചു. പരിശീലകരായ പ്രഭാകരൻ വലിയപറമ്പ്, സുരേഷ് കുമാർ ബിരിക്കുളം എന്നിവർ ക്ലാസ് എടുത്തു.
ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് സീവേഡ് എക്സ്പോ 2025 തിരക്കേറുന്നു. വ്യത്യസ്തങ്ങളായ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് സീവേൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ വിസ്മയം തീർക്കുകയാണ് സീവേൾഡ് എക്സ്പോ 2025. കാശ്മീർ വാലി, ഗ്ലാസ് ടണൽ അക്വേറിയം, അമ്യൂസ്മെന്റ് പാർക്ക്, ഇന്റർനാഷണൽ ബേർഡ് ഷോ, മത്സ്യകന്യക, ഫുഡ് കോർട്ട്, 100+ കൊമേഴ്ഷ്യൽ സ്റ്റാൾ എന്നിവ ഇവിടത്തെ പ്രധാന ആകർഷണമാണ്. മാർച്ച് 28 ആരംഭിച്ച സീവേൾഡ് എക്സ്പോ 2025 അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മെയ് 11 സമാപിക്കും. നിരവധി ആളുകളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റ് യോഗം ചേർന്നു. ആരോഗ്യ ചികിത്സാ സഹായ വിതരണവും നടന്നു. കേരള സീനിയർ സിറ്റിസൺ ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റ് യോഗവും ആരോഗ്യ ചികിത്സാ സഹായ കൈമാറ്റവും നടന്നു. വെള്ളിക്കോത്ത് വയോജന പകൽ വിശ്രമ കേന്ദ്രത്തിൽ വെച്ചാണ് നടന്നത്. പുതിയ കണ്ടം യൂണിറ്റ് മുൻ സെക്രട്ടറി KV നാരായണന് ജില്ലാ കമ്മിറ്റിയുടെ ആരോഗ്യ ചികിത്സാ സഹായം ജില്ലാ സെക്രട്ടറി K സുകുമാരൻ മാസ്റ്റർ കൈമാറി. കേരളത്തിലെ അത് പ്രാവർത്തികമാക്കുന്നത് ഹെൽത്ത് മിഷനാണ്. ആ ഹെൽത്ത് മിഷന്റെ പ്രവർത്തനത്തിലെ വീഴ്ച വന്നതുകൊണ്ട് അവർ ഇത് കൂടി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് പ്രാവർത്തികമാക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊന്നും അറിയണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടണം. സെൻട്രൽ ഗവൺമെൻറ് 70 വയസ്സ് കഴിഞ്ഞവരുടെ മുഴുവൻ ചെലവുകളും ഇൻഷുറൻസ് 5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാർഡ് എല്ലാവരും ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും അതിൻ്റെ കാർഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് CK നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. രത്നാകരൻ പിലാത്തടം, KV നാരായണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി C രാധാകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബല്ലാകടപ്പുറം വെസ്റ്റ് ബല്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 37ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഗോൾഡൻ കപ്പ് സംസ്ഥാന സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പോസ്റ്റർ പ്രകാശനവും നടന്നു. ബല്ലാകടപ്പുറം വെസ്റ്റ് ബല്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 37ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഏപ്രിൽ 20 മുതൽ MCBM ALP സ്കൂൾ ഗ്രൗണ്ടിൽ ഗോൾഡൻ കപ്പ് സംസ്ഥാന സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പോസ്റ്റർ പ്രകാശനം നടന്നു. MP ഷിഹാബ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇന്നിവിടെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് ആ പോസ്റ്റർ പ്രകാശനം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ അമേരിക്കയിലെത്തി വലിയ ജോലി സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ നാടിന് അഭിമാനമായി മാറിയ MP ഷിഹാബാണ്. അദ്ദേഹം നമ്മുടെ ജമാഅത്തിന്റെ നോൺ GCCയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഈ പോസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. MP ജാഫർ സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ V അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. CK റഹ്മത്തുള്ള, CH മൊയ്തീൻ കുഞ്ഞി, UK കുഞ്ഞഹമ്മദ്, യൂനസ് CH, MS അബ്ദുൾ റഹ്മാൻ, സുമീർ AK, MS ഹാരിസ്, P കുഞ്ഞബ്ദുള്ള, K ഹസീനാർ, V മുഹമ്മദ് കുഞ്ഞി ഹാജി, V ഷബീർ, AK നാസർ, B അബ്ദുൾ റസാഖ്, റാഷിദ് MP, MK ഇബ്രാഹിം, P അബ്ദുള്ള സിംഗപ്പൂർ, KH ഉസ്മാൻ, ഇക്ബാൽ, KH ഹമീദ, ഇർഷാദ് MS, KH ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോട്ട് ATM കൊള്ളയടിക്കാൻ ശ്രമം. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM തകർക്കാനാണ് ശ്രമമുണ്ടായത്. പണം സൂക്ഷിച്ചിട്ടുള്ള ഭാഗത്തെ ഡോർ തകർത്താണ് കൊള്ളയ്ക്ക് ശ്രമിച്ചത്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി E പത്മാവതിയും സിജി മാത്യുവും. VPP മുസ്തഫ വീണ്ടും സെക്രട്ടേറിയറ്റിൽ തിരികെ എത്തി. C പ്രഭാകരൻ, VK രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സിജി മാത്യുവിനെയും സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത്. മുനമ്പം വിഷയത്തിൽ BJP RSS നാടകം പൊളിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രശസ്ത
സിനിമാ താരം രാജേഷ് മാധവൻ തന്റെ പുതിയ ചിത്രമായ മരണമാസിന്റെ വിജയാഘോഷത്തിനായി കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തി. ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാറും രാജേഷ് മാധവും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ചു. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. എൻ.എ. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.